എല്ലാവർക്കും നമസ്കാരം. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു മത്സരത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അവർ മത്സരിക്കേണ്ടവരല്ല, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഒരു പൂർണ്ണത കണ്ടെത്തേണ്ടവരാണെന്നാണ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ദർശനമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. മത്സരം ഒഴിവാക്കി എങ്ങനെയാണ് പരസ്പരം പൂരകങ്ങളായി മാറാൻ കഴിയുക? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോ ഈയൊരു ആശയം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സ്ത്രീയുടെയും പുരുഷന്റെയും പ്രകൃതം എന്താണെന്നറിയണം. അവർ വ്യത്യസ്തരാണ്, പക്ഷേ തുല്യരുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരേ സത്യത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ. ആചാര്യജിയുടെ കാഴ്ചപ്പാടിൽ പുരുഷനൊരു കർമ്മപ്രധാനിയാണ്, അതായത് പ്രവൃത്തിയിലൂടെയും യുക്തിയിലൂടെയും കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാൾ. എന്നാൽ സ്ത്രീയോ, അവൾ ഭാവനാപ്രധാനിയാണ്, വികാരങ്ങൾക്കും ഭാവനകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവൾ. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ശക്തികളും, അതായത് കർമ്മവും ഭാവനയും ഒരുമിച്ച് ചേരുമ്പോഴാണ് ജീവിതം ശരിക്കും പൂർണ്ണമാകുന്നതും ഐശ്വര്യമുള്ളതായി മാറുന്നതും. ഓക്കെ, ഈ ആശയം ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. അത് വിശദീകരിക്കാൻ ആചാര്യജി വളരെ മനോഹരമായ ഒരു ഉദാഹരണം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ജീവിതരഥം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ദാമ്പത്യ ജീവിതമെന്ന് പറയുന്നത് രണ്ട് ചക്രങ്ങളുള്ള ഒരു രഥം പോലെയാണ്. അതിലെ ഒരു ചക്രം ഭർത്താവും മറ്റേ ചക്രം ഭാര്യയുമാണ്. ഒരു രഥത്തിന് നേരെ ചൊവ്വേ മുന്നോട്ടു പോകണമെങ്കിൽ എന്തു വേണം? സിമ്പിളാണല്ലേ? രണ്ട് ചക്രങ്ങളും ഒരുമിച്ച് ഒരേ ദിശയിൽ ഒരേ വേഗതയിൽ കറങ്ങണം. അതുപോലെ തന്നെയാണ് ദാമ്പത്യവും. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലൊരു മനസ്സും സഹകരണവുമില്ലെങ്കിൽ ആ ജീവിതരഥം മുന്നോട്ടു പോകില്ല, ഒരേ സ്ഥലത്ത് നിന്നു പോകും. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഈ പറയുന്ന സഹകരണത്തിന്റെ ഒരുപാട് മികച്ച മാതൃകകളുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരുപാട് ആദർശ സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. നമുക്കവരിൽ ചിലരെ ഒന്ന് ഓർത്തു നോക്കാം. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മൈത്രേയി. ഭർത്താവായ യാജ്ഞവൽക്യൻ തന്റെ മുഴുവൻ സമ്പത്തും നൽകാമെന്ന് പറഞ്ഞപ്പോൾ മൈത്രേയിക്ക് അതല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അവർ ചോദിച്ചത് അമരത്വത്തിലേക്കുള്ള വഴിയാണ്. അതായത് പണത്തിനേക്കാളും സുഖസൗകര്യങ്ങളെക്കാളും അവർ വില കൊടുത്തത് ആത്മീയമായ അറിവിനും കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ഉയർച്ചയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് സാവിത്രിയുടെ കാര്യവും. സാവിത്രിയെപ്പോലുള്ളവരുടെ ആ ത്യാഗവും സഹകരണവുമൊക്കെയാണ് ഓരോ കുടുംബത്തെയും ഒരു പുണ്യസ്ഥലം പോലെ, ഒരു തപോവനം പോലെയാക്കി മാറ്റിയത്. അവരുടെ ജീവിതം തന്നെ സഹകരണത്തിന്റെയും പരസ്പരം ബഹുമാനിക്കുന്നതിന്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ശരി, ഇതൊക്കെ ചരിത്രത്തിലെ മഹത്തായ മാതൃകകൾ. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല അല്ലേ? ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആധുനിക കുടുംബങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളിലും ഒരു താളമില്ലായ്മ വരുന്നത്? ഇതിനൊരു പ്രധാന കാരണമായി പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനമാണ്. സഹകരണത്തിന് പകരം എവിടെയും ഒരു മത്സരബുദ്ധിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാരമ്പരികതമായ പല നല്ല മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ മാറ്റം ശരിക്കും വലുതാണ്. ഒരു വശത്ത് സഹകരണത്തിലും നല്ല മനസ്സിലും കെട്ടിപ്പടുത്ത നമ്മുടെ പരമ്പരാഗത കുടുംബസങ്കല്പം, മറുവശത്ത് മത്സരവും വഴക്കും കലഹവും നിറഞ്ഞ ഇന്നത്തെ വെല്ലുവിളികൾ. ഈയൊരു സംഘർഷമാണ് സത്യത്തിൽ പല കുടുംബബന്ധങ്ങളെയും ഇന്ന് തകർക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ലേ? ഈയൊരു ബാലൻസ് എങ്ങനെ നമുക്ക് തിരികെ കൊണ്ടുവരാം? കുടുംബം എന്ന ആ സംവിധാനത്തെ എങ്ങനെ ശക്തിപ്പെടുത്താം? ഇതിനുള്ള പരിഹാരം തുടങ്ങേണ്ടത് നമ്മുടെ ചിന്താഗതിയിൽ നിന്നാണ്. സ്ത്രീയെ വെറുമൊരു വീട്ടുജോലിക്കാരിയായി മാത്രം കാണുന്ന രീതി മാറ്റുക. അതിനു പകരം പരസ്പരം മഹത്വം തിരിച്ചറിയുക, തുല്യമായ ആദരവ് നൽകുക, ആത്മീയമായി വളരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, പിന്നെ വ്യക്തിപരമായി വികസിക്കാനുള്ള അവസരങ്ങളും നൽകുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. എപ്പോഴാണ് ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം കഴിവുകളെയും അവരുടെ മൂല്യത്തെയും തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കാൻ തുടങ്ങുന്നത്? അപ്പോൾ ആ കുടുംബം ഒരു കോട്ട പോലെ ശക്തമാകും, സുരക്ഷിതമാകും. പോകുന്നതിനു മുൻപ് നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജീവിതമാകുന്ന ആ രഥത്തിലെ രണ്ട് ചക്രങ്ങളും, അതായത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും പരസ്പര സഹകരണത്തോടെയാണോ മുന്നോട്ടു പോകുന്നത്? ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നമസ്കാരം.